വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ലഹരിക്കെതിരായ പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളിൽ വേൾഡ് കപ്പിന്റെ സാഹചര്യത്തിൽ 1 മില്യൺ തൂഫാൻ ഗോൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുകയും അത് വളരെ വിജയകരമാവുകയുണ്ടായി. ആ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളതിന് കുറച്ച് കൂടുതൽ സമയം കൊടുത്തിരുന്നു. ജൂൺ 11 മുതൽ ഓഗസ്റ്റ് 20 വരെയുള്ള സമയമാണ് 1 മില്യൺ 10 ലക്ഷം ഗോളടിക്കാനുള്ള സമയം. പക്ഷേ അത് 2 ആഴ്ച തികക്കും മുമ്പ് ജൂൺ 25 തന്നെ ഉച്ചയോടുകൂടി 10 ലക്ഷം ഗോളുകൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ അടിച്ചു തീർത്തു. അപ്പോൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് സ്കൂളുകളിലുള്ള ഒരു പിന്തുണയാണ് അത് തെളിയിക്കുന്നത്. അത് ആവശ്യവുമാണ്. അവർ തന്നെയാണ് ഈ പ്രചരണ രംഗത്തേക്ക് കൂടുതലായിട്ട് വരേണ്ടത്. അപ്പൊ ഇനിയൊരു രണ്ടാമതൊരു കാര്യം, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് SIET. ആ SIET അതിന്റെ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരായിട്ട് ഉള്ള പോരാട്ടത്തിൽ ഭാഗവാക്കാകാൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, ദാറ്റ് ഈസ് SIET. അപ്പോ അതിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHC തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരിക്കെതിരെ ഉള്ള ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിം മത്സരമാണ് ഇനി സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ ഈ ദിശയിലുള്ള ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനുള്ള ഒരു മത്സരം. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ജില്ലാതലത്തിൽ നടത്തുന്ന മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്ന ടീമിനെ നമ്മൾ സംസ്ഥാന തലത്തിലെ മത്സരത്തിലും പങ്കെടുപ്പിക്കും. അതിന്റെ കോർഡിനേഷൻ SIET നടത്തും. ജില്ലാതലത്തിൽ 1ാം സമ്മാനം നേടുന്ന ടീമിന് 10,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 1 ലക്ഷം രൂപയും, 2ാം സ്ഥാനം നേടുന്നവർക്ക് 75,000 രൂപയും, 3ാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് നൽകുക. അപ്പൊ ഇത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHC ഈ 3 കാറ്റഗറി ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ബാക്കി അതിന്റെ വിശദാംശങ്ങളൊക്കെ അതാത് സ്കൂളുകളിലേക്ക് പാസ് ചെയ്യും. എത്ര സമയമാണ് അതിന്റെ ടൈം എന്നുള്ളതൊക്കെ അറിയിക്കും. അപ്പൊ ഈ ഒരു സംഗതി പറയാന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ചത്. ലഹരിക്കെതിരായ പോരാട്ടത്തിന് വിവിധ പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒറ്റപ്പെട്ട ചില ഷോർട്ട് ഫിലിമുകളൊക്കെ പല കുട്ടികളും തയ്യാറാക്കി എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ അങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു അഭിരുചിക്കനുസരിച്ച് അവർ തന്നെ ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ചെറിയ രീതിയിലൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ പ്രോജക്റ്റിന് നമുക്ക് എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ്. അതിന്റെ ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ ഈ കാര്യത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.